മാർക്കറ്റിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നതിനായിട്ട് ഇൻ-ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് സാറിനെ വെൽക്കം ചെയ്യാം. ഗുഡ് മോർണിംഗ് പ്രദീപ് സാർ, വെൽക്കം ടു ദ ഷോ. ഗുഡ് മോർണിംഗ് പ്രിയ, ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. US വിപണിയിൽ കഴിഞ്ഞ സെഷനിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചു. US വിപണിയിൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ലേബർ ഡാറ്റയൊക്കെ അനുകൂലമായി വന്നത് കുറച്ചൊരു ഇമ്പാക്ട് അല്ലെങ്കിൽ US വിപണിയിൽ ഒരു പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു. US വിപണിയിൽ ഇന്ന് സാർ പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, അമേരിക്കൻ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് ഇപ്പൊ കാണാൻ സാധിക്കുന്ന 38,800 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 39,600. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ അഗെയിൻ ഇന്നലെ നമുക്ക് നേരിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ബട്ട് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് അതിന്റെ ഓൾ ടൈം ഹൈ ലെവൽ 18,900 ആയിരിക്കും. കമ്മ്യൂണിറ്റി മാർക്കറ്റ്സിലേക്ക് വരുന്ന സമയത്ത് തുടർച്ചയായ കഴിഞ്ഞ സെഷനിലും തുടർച്ചയായ സെഷനുകളിലൊക്കെ തന്നെ ഒരു ഇടിവിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ക്രൂഡിലുള്ളത്. ക്രൂഡിൽ നിലവിൽ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ബാരലിന് $77.53 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ക്രൂഡിൽ കാര്യമായിട്ടുള്ളൊരു മുന്നേറ്റം കഴിഞ്ഞ കുറച്ച് സെഷനുകളായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ക്രൂഡിനെ സംബന്ധിച്ച് സാർ പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ക്രൂഡ് ഓയിലിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. വീണ്ടും ഇന്നലെ നമുക്ക് ഒത്തിരി സെല്ലിംഗ് പ്രഷർ ക്രൂഡിന്റെ കേസിൽ കാണാൻ സാധിച്ചിരുന്നു. സോ വിച്ച് ആക്ച്വലി ഇസ് വെരി വെരി ഗുഡ് ന്യൂസ് ഫോർ ഇന്ത്യ. കാര്യം എന്തെന്നാൽ ഇന്നിപ്പോ കുറച്ചു നേരം മുൻപ് പ്രിയ സൂചിപ്പിച്ചിരുന്നു MPC മീറ്റിംഗ് നടക്കാൻ പോകുന്നു എന്ന്. ഈ MPC മീറ്റിംഗിൽ ഞാൻ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് എങ്കിലും ഇതേപോലെ ക്രൂഡ് ഓയിലിന്റെ വില താഴോട്ട് ഇടിക്കുകയാണെങ്കിൽ ഒരു സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും നമുക്ക് തീർച്ചയായിട്ടും ഇൻഫ്ലേഷൻ റേറ്റിൽ വലിയൊരു താഴോട്ടൊരു നീക്കം കാണാൻ സാധിക്കും. അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഫെഡറൽ റിസർവും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നതായിരിക്കും. ക്രൂഡിനെ സംബന്ധിച്ച് സാർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ക്രൂഡിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറണമെങ്കിൽ $81 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് മാർക്കറ്റ് അത്രത്തോളം വീക്ക് ആയിട്ടുണ്ട് ക്രൂഡ് ഓയിലിന്റെ കേസിൽ. ആൻഡ് മേജർ ഇനി അടുത്തൊരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് $71 ഗോൾഡിലേക്ക് വരുന്ന സമയത്ത് ട്രൈ ഔൺസിന് 2,333 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? സ്വർണ്ണത്തിന്റെ കേസിൽ അഗെയിൻ ഒരു 10 ദിവസം മുൻപായിരുന്നു വീണ്ടും നമുക്കൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത് $2,454. അതിനുശേഷം നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ നടന്നു വരുന്നത്. ക്രൂഡ് സ്വർണത്തിന്റെ കേസിൽ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2,310 നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതേസമയം നമ്മൾ ഷോർട്ട് ടേം ട്രേഡിംഗിന് വേണ്ടി ഒരു അവസരം നോക്കുകയാണെങ്കിൽ $2,390 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൾറെഡി ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ശക്തമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ വിൽപ്പന സമ്മർദ്ദമായിരുന്നു കഴിഞ്ഞൊരു സെഷനിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ എക്സ്പെക്ടേഷൻസിനൊത്ത് നമ്പേഴ്സ് ഒന്നും അല്ലെങ്കിൽ റിസൾട്ടുകളൊക്കെ വരാത്തത് നിഫ്റ്റിയെ സംബന്ധിച്ച് വലിയ തോതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ സെഷനിലും സാർ ഇത്തരത്തിലൊരു കറക്ഷനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1000 മുതൽ 1200 പോയിന്റിന്റെ ഒരു കറക്ഷൻ ആയിരുന്നു സാർ ഇന്നലെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു സപ്പോർട്ട് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 22,700 എന്നുള്ള റേഞ്ചിലായിരുന്നു. ആ ഒരു റേഞ്ചും ഒക്കെ കടന്നുകൊണ്ട് 21,281 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് ഇടിയുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 1,800 പോയിന്റ്സിലധികം ഒരു ഇടിവ് കഴിഞ്ഞ സെഷൻ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ FII DI ഡാറ്റ പരിശോധിക്കുന്ന സമയത്തും ശക്തമായിട്ടുള്ളൊരു വിൽപ്പനാ സമ്മർദ്ദം ഈ വിദേശ നിക്ഷേപകരുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞൊരു സെഷൻ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് സാർ ഇത്രത്തോളം ഒരു കറക്ഷൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇന്നിപ്പോൾ നിഫ്റ്റിയിൽ സാർ പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നമ്മൾ നിഫ്റ്റി 50യുടെ കേസ് നോക്കുമ്പോഴേക്കും മിനിഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ തന്നെ നമ്മൾ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ കണ്ടെങ്കിലും ആ ഒരു നേട്ടം നിലനിർത്താൻ സാധിച്ചില്ല.
സോ നമ്മൾ നിഫ്റ്റി 50യുടെ കേസ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമ്മൾ ആക്ച്വലി പണ്ട് എന്തൊക്കെയാ നിഫ്റ്റിയിൽ സംഭവിച്ചെന്നുള്ള കാര്യം എപ്പോഴും സ്റ്റഡി ചെയ്യേണ്ടിയിരിക്കുന്നു. 2004 ഇലക്ഷൻ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ 2004 ഇലക്ഷൻ സമയത്ത് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി. ആ സമയത്ത് എക്സിറ്റ് പോള് പ്രകാരം അദ്ദേഹം തന്നെ വീണ്ടും അധികാരത്തിലോട്ട് വരുമെന്നായിരുന്നു ദ പ്രഡിക്ഷൻ. അൺഫോർച്ചുനേറ്റ്ലി അന്നും ആ ഒരു ഇലക്ഷൻ അപ്സെറ്റ് ആയിരുന്നു നടന്നത്. ആ സമയത്തായിരുന്നു UPA ആദ്യമായിട്ട് അധികാരത്തിലോട്ട് വന്നത്. ആ സമയത്തും മെയ് 16 മെയ് 17 ബോത്ത് NSEയിലും BSEയിലും കനത്ത സെല്ലിങ്ങിനെ തുടർന്ന് NSEയും BSEയും ട്രേഡിംഗ് ഹോൾട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം നടന്നിരുന്നു. അതിനുശേഷമായിരുന്നു നമ്മൾ ഇന്ത്യ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ബുൾ മാർക്കറ്റ് കണ്ടത്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിലും എനിക്ക് പ്രേക്ഷകരോട് ഷെയർ ചെയ്യാനുള്ളത്, ഡോണ്ട് പാനിക് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. ഞാൻ പല തവണ ഈ സെഷൻസിൽ ഷെയർ ചെയ്തിട്ടുള്ള ഈ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്സിലായിരിക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ടത്. കാര്യം എന്തെന്നാൽ ഇതുപോലെ ഒരു ക്രാഷ് നടക്കുന്ന സമയത്ത് അത്തരം സ്റ്റോക്സിലായിരിക്കും ഏറ്റവും വലിയ ഇടിവും ആൻഡ് എക്സിറ്റ് കിട്ടാനുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള സെക്ടറും അതായിരിക്കും. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഇന്നലത്തെ കനത്ത സെല്ലിങ്ങിനെ തുടർന്നിട്ട് പോലും ലോങ് ടേം ട്രെൻഡ് ഓൺ ദ നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഒക്കെ തന്നെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ലിറ്റിൽ ബിറ്റ് ഡൈസി. ഷോർട്ട് ടേം ട്രെൻഡ് അല്പം വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ 20,800 പോയിന്റ്സ്. 20,800 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ലോങ് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മൾ കാര്യമായിട്ട് നല്ല സ്റ്റോക്സ് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഒത്തിരി ട്രേഡിംഗ് അവസരങ്ങൾ വരും സെഷൻസിൽ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോഴത്തെ ട്രേഡിംഗിൽ FMCG ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്സ്, ഈ രണ്ട് സെക്ടറിൽ ഇന്നലെ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് വീണ്ടും വന്നു തുടങ്ങിയിരിക്കുന്നത്. സർ, നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ട് വാച്ച് ചെയ്യുന്ന റെസിസ്റ്റൻസ് ലെവൽ ഏതൊക്കെയാണ്? റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 22,400 ആൻഡ് അതിന്റെ തൊട്ട് മുകളിൽ നമുക്ക് കാണാൻ സാധിച്ച ഓൾ ടൈം ഹൈ ലെവൽ 23,338 പോയിന്റ്സ്. എനിക്ക് തോന്നുന്നില്ല 23,338 പോയിന്റിന്റെ ഓൾ ടൈം ഹൈ അടുത്ത കാലത്ത് ബ്രേക്ക് ചെയ്യപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ലെറ്റ് us wait and see. അതോടൊപ്പം നിഫ്റ്റി ബാങ്കിലും സമാന സ്ഥിതി, അതായത് ഓൾമോസ്റ്റ് ഒരു 4,000 പോയിന്റിന്റെ ഇടിവിൽ 46,928 എന്ന റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് സാർ ഇപ്പോൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ അഗെയിൻ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 45,200 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രം ലോങ് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. ഇന്നത്തെ മാർക്കറ്റിൽ ബോത്ത് നിഫ്റ്റി 50 ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഞാനൊരു ഷോർട്ട് കവറിംഗ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, വിച്ച് ബേസിക്കലി മീൻസ് ഇന്ന് നമുക്കൊരു നേരിയ നേട്ടം തന്നെ കാണാൻ സാധിക്കും. ബട്ട് നമുക്ക് പുതിയൊരു ബൈയിങ് അവസരങ്ങൾ എനിക്ക് നിഫ്റ്റി ബാങ്കിങ് സെക്ടറിൽ കാണാൻ സാധിക്കുന്നില്ല. നിഫ്റ്റി ബാങ്കിങ് സെക്ടറിൽ നമ്മൾ നിഫ്റ്റി ബാങ്കിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ വിൽ ബി 48,800 to 49,600. അതോടൊപ്പം തന്നെ നിഫ്റ്റി സൂചികകളുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് എല്ലാ സൂചികകളും ശക്തമായിട്ടുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തുമ്പോഴും സാർ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ FMCG, ഫാർമ സെക്ടറുകൾ ഇതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു പ്രകടനം കഴിഞ്ഞ സെഷനിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. FMCG സെക്ടറിനെ കുറിച്ച് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സെഷനിൽ ഇൻട്രാഡേയിൽ FMCG 0.95% ഒരു നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഇന്നലത്തെ ഒരു ഉച്ച കഴിഞ്ഞുള്ള സെഷനിൽ കുറച്ചും കൂടി കയറി വന്നത് FMCG സ്റ്റോക്കുകളായിരുന്നു. പ്രത്യേകിച്ചും ഹിന്ദുസ്ഥാൻ യൂണിലീവർ, നെസ്ലെ പോലുള്ള ഓഹരികളിൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം കഴിഞ്ഞ സെഷനിൽ കാണാൻ സാധിച്ചിരുന്നു. ഡാബറിന്റെ ഓഹരികളിൽ 6% മുന്നേറ്റം, ഹിന്ദുസ്ഥാൻ യൂണിലീവർ പോലുള്ള ഓഹരികളിൽ 5% നേട്ടം കഴിഞ്ഞ സെഷനിൽ കണ്ടിരുന്നു. FMCG സെക്ടറിൽ സാർ പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? ഈ സ്റ്റോക്കുകളിൽ നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? FMCG നോക്കുമ്പോഴേക്കും നല്ല കനത്ത ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചതും ഒരു പൊട്ടൻഷ്യൽ ടേൺ അറൗണ്ട് ആയിട്ട് കാണാൻ സാധിക്കുന്ന ആദ്യത്തെ ഒരു സ്റ്റോക്ക് കോൾഗേറ്റ് പാമോലിവ്. കോൾഗേറ്റ് പാമോലിവ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന ഇറ്റ് ഈസ് ജസ്റ്റ് അബൌട്ട് 2,800 rupees.
എനിക്ക് തോന്നുന്ന കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഇതിന്റെ ഒരു റെസിസ്റ്റൻസ് ലെവൽ, ഇതിന്റെ ഓൾ ടൈം ഹൈ 2960 രൂപയിലായിരിക്കും. നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 2600 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഗോദ്രേജ് ട്വിൻസ് ആയിട്ടുള്ള ഗോദ്രേജ് CP എഗെയിൻ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഇന്നലെ കാണാൻ സാധിച്ചിരുന്നു. അത് ഓൾമോസ്റ്റ് അതിന്റെ ഒരു ഹയസ്റ്റ് ലെവലിലായിരുന്നു ഇന്നലെ ക്ലോസിംഗ് നടത്തിയ അറൌണ്ട് 1360 ലെവൽ. ആ ലെവൽസിൽ തന്നെ നമുക്ക് ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഇന്ന് വീണ്ടും ഒരു ബുള്ളിഷ്നെസ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ അടുത്ത മേജർ ടാർഗറ്റ് 1420 രൂപയായിരിക്കും. നമ്മൾ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് 1240 രൂപയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഗോദ്രേജ് ഇൻഡസ്ട്രിയുടെ കേസ് എടുക്കുമ്പോഴേക്കും വളരെ നല്ലൊരു സപ്പോർട്ട് 718 രൂപയിൽ കാണുന്നുണ്ട്. ആ ഒരു ലെവൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കറന്റ് ലെവൽസ് ഓഫ് അറൌണ്ട് 800 റുപ്പീസ് നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ബട്ട് നമുക്ക് വളരെ സേഫ് ആയിട്ട് ഒരു എൻട്രി വേണമെങ്കിൽ 845 റുപ്പീസ് 845 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. FMCGയോടൊപ്പം തന്നെ ഫാർമയും കൂടി ഞാൻ ആഡ് ഓൺ ചെയ്ത് ചോദിക്കുകയാണ്. കമ്പാരിറ്റീവ്ലി മറ്റ് സൂചികകളുടെ ഇടിവിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫാർമ സൂചികയിൽ 1%-ലധികം 1.5%-നടുത്ത് നഷ്ടം മാത്രമായിരുന്നു കഴിഞ്ഞ സെഷനിൽ ഉണ്ടായത്. ഫാർമ സെക്ടറിൽ സിപ്ല അടക്കമുള്ള ഓഹരികളിലൊരു മുന്നേറ്റം ഇന്നലെ ഉണ്ടായിരുന്നു. അബോട്ട് ഇന്ത്യ, അതുപോലെ തന്നെ ഇബ്ക ലബോറട്ടറീസ്, സിപ്ല പോലുള്ള സ്റ്റോക്കുകൾ നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തത്. ഫാർമ സെക്ടറിൽ ഇത്തരം സ്റ്റോക്കുകളെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു സ്റ്റോക്കുകളിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഫാർമ സ്റ്റോക്സ് ആൻഡ് ഓൾസോ FMCG ഇത് രണ്ടും നമ്മൾ ഡിഫെൻസീവ് സ്റ്റോക്സ് ആയിട്ട് എപ്പോഴും കരുതേണ്ടത്. ഡിഫെൻസീവ് സ്റ്റോക്സ് എന്ന് പറയുമ്പോഴേക്കും മറ്റ് മേഖലകളിലൊക്കെ നമ്മൾ ഒത്തിരി വോളറ്റിലിറ്റി കാണുന്ന സമയത്ത് ഈ ഒരു സെക്ടറിലോട്ടായിരിക്കും ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് വരാൻ പോകുന്നത്. Amongst the pharmaceutical stocks എനിക്ക് ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ബുള്ളിഷ് സെറ്റപ്പ് ആബോട്ട് ഇന്ത്യയുടെ കേസിലാണ്. ആബോട്ട് ഇന്ത്യയുടെ പെർ ഷെയർ പ്രൈസ് അല്പം അധികമാണെങ്കിലും ഇതൊരു ഹൈലി വാല്യുബിൾ ഒരു സ്റ്റോക്ക് ആയിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. ഈ സ്റ്റോക്കിന്റെ പാറ്റേൺ ശ്രദ്ധിക്കുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ ഒരു ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുന്ന 29,638 രൂപ. അത് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം നല്ലൊരു സെൽ ഓഫ്, നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്കിൽ ഓൾറെഡി നടന്നു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നില്ല ഈ സ്റ്റോക്കിൽ കാര്യമായിട്ടൊരു ഡൗൺ സൈഡ് മൂവ്മെന്റ് ഉണ്ടാകുമെന്ന്. നമ്മൾ ഈ സ്റ്റോക്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 26,380 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ഇന്ന് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 25,100 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. മറ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോക്ക്, ഒരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് കാഴ്ചവെക്കുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി അപ്പോളോ ഹോസ്പിറ്റൽ. അപ്പോളോ ഹോസ്പിറ്റലിന്റെ കേസിൽ എഗെയിൻ നല്ലൊരു കറക്ഷൻ ആയിരുന്നു ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോളോ ഹോസ്പിറ്റലിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ബുള്ളിഷ് ട്രിഗർ ലെവൽ 6,100 രൂപയായിരിക്കും. ഇന്നലെ ട്രേഡിംഗ് ക്ലോസിംഗ് പ്രൈസ് വാസ് അറൌണ്ട് 5,845. അഗെയിൻ ഈ സ്റ്റോക്കിലും നമുക്ക് ഇൻ ദ ഷോർട്ട് ടേം അറൌണ്ട് 5 to 8% നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ സെഷനിൽ PSU സ്റ്റോക്കുകളോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ളൊരു ഇടിവിലേക്ക് പോയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റോക്സ് അദാനി സ്റ്റോക്സ് ആണ്. നമ്മൾ പലവട്ടം ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ കൂടിയാണ് അദാനി സ്റ്റോക്സ്. അദാനി സ്റ്റോക്സിനെ സംബന്ധിച്ച് ഹിൻഡൻബർഗ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിവാദങ്ങൾക്കൊക്കെ ശേഷം ശക്തമായിട്ടുള്ള ഒരു ഇടിവിലേക്ക് സ്റ്റോക്കുകളൊക്കെ തന്നെ ഇടിയുകയും അതിനുശേഷം ഒരു ശക്തമായിട്ടുള്ള റിക്കവറി ഓഹരികളൊക്കെ കണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ ഒരു സിംഗിൾ ഡേയിൽ മാത്രമായിട്ട് ഓഹരികളിലെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഒരു 15% ഇടിവാണ് ഓരോ അദാനി സ്റ്റോക്കുകളും രേഖപ്പെടുത്തിയത്. അദാനി എനർജി 20% ഒരു ഇടിവ് രേഖപ്പെടുത്തി. അദാനി പോർട്സ് 21% നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയിട്ടുണ്ടായിരുന്നു. അദാനി സ്റ്റോക്കുകളെ സംബന്ധിച്ച് ഇനി മുന്നോട്ടേക്കും കൈവശമുള്ള നിക്ഷേപകർ സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? അദാനി സ്റ്റോക്സ് കൈവശം ഉണ്ടെങ്കിൽ ഇന്ന് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. മെയിൻറ്റെയിൻ യുവർ ലോങ് പൊസിഷൻ. മാർക്കറ്റിൽ അഡാനി സ്റ്റോക്സിൽ അടുത്ത 2-3 സെഷൻസിൽ അല്പം കൂടെ വോളറ്റിലിറ്റി ഉണ്ടാകും. ബട്ട് അഡാനി സ്റ്റോക്സിൽ നമുക്ക് വരും ദിവസങ്ങളിൽ ഒത്തിരി ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കാൻ പോകുന്നുണ്ട്.
ട്രേഡിംഗ് അവസരം എന്ന് പറയുമ്പോൾ ലോങ് ടേമിന് വേണ്ടിയല്ല, ഷോർട്ട് ടേമിന് വേണ്ടി വാങ്ങിക്കുക വിൽക്കുക അങ്ങനത്തെ അവസരങ്ങൾ തീർച്ചയായിട്ടും അഡാനി സ്റ്റോക്സിൽ ലഭിക്കും. ബട്ട് അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്സ് ആ ഒരു സെല്ലിംഗ് പ്രഷർ ഒക്കെ അവസാനിച്ച് ലെറ്റ് ഇറ്റ് സെറ്റിൽ ഡൗൺ. ആ ഒരു സെറ്റിലിംഗ് ഡൗൺ നടക്കുന്നതിന് ശേഷം മാത്രമേ നമുക്കൊരു ട്രേഡിംഗ് റേഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഏതായാലും പ്രേക്ഷകരുടെ ക്വരീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് റെയിൽവേ സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട സാറിൻ്റെ വ്യൂ തന്നെയാണ്. റെയിൽവേ സ്റ്റോക്കുകളെ സംബന്ധിച്ചും കഴിഞ്ഞ സെഷനിലെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ഒരു ഡബിൾ ഡിജിറ്റ് ഇടിവ് തന്നെയായിരുന്നു പല റെയിൽവേ സ്റ്റോക്കുകളിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. റെയിൽവേ ഓഹരികളിൽ സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? റെയിൽവേ ആൻഡ് നമ്മൾ ഡിഫൻസ് സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും ഒത്തിരി നേട്ടം നൽകിയ രണ്ട് സെക്ടേഴ്സ് ആയിരുന്നു റെയിൽവേ ആൻഡ് ഡിഫൻസ് സ്റ്റോക്സ്. സോ ഇന്നലത്തെ സെൽ ഓഫിൽ നമുക്ക് കാണാൻ സാധിച്ചത് റെയിൽവേ സ്റ്റോക്സ്, ഡിഫൻസ് സ്റ്റോക്സ് ആൻഡ് പബ്ലിക് സെക്ടർ കമ്പനീസ്, ഈ മൂന്ന് സെക്ടേഴ്സിലായിരുന്നു വലിയൊരു സെൽ ഓഫ് നമുക്ക് കാണാൻ സാധിച്ചത്, എലോങ് വിത്ത് സ്മോൾ PSU ബാങ്ക്സ്. സോ ഇന്നത്തെ ട്രേഡിംഗിൽ നമുക്ക് റെയിൽവേ സ്റ്റോക്സിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ എടുക്കാൻ ഒരു അവസരം കിട്ടാൻ പോകുന്നില്ല. ഞാൻ അഡാനി സ്റ്റോക്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 2-3 സെഷൻസിൽ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ഒരു ബോട്ടം വന്നതിന് ശേഷം നമ്മൾ ഈ സ്റ്റോക്സിലൊക്കെ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നമുക്ക് അഗെയിൻ ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് ഈ സ്റ്റോക്സിലൊക്കെ ഒത്തിരി ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കും. പുതിയ ലോങ് പൊസിഷൻസ് ഇന്നത്തെ നാളത്തെ ട്രേഡിംഗിലും ടോട്ടലി അവോയ്ഡ് ഇറ്റ് ഇൻ PSU ആൻഡ് റെയിൽവേ സ്റ്റോക്സ്. സന്തോഷ് എന്ന പ്രേക്ഷകൻ IFCI ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ സെല്ല് ചെയ്യാൻ പറ്റിയ സമയമാണെന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ 54 രൂപയിലായിരുന്നു ക്ലോസ് ചെയ്തത്. IFCIയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. ബട്ട് അഗെയിൻ മാർക്കറ്റിന് ഓവറോൾ വീക്ക്നെസ്സിനെ തുടർന്ന് നമുക്ക് IFCIയുടെ കേസിലും വി ക്യാൻ എക്സ്പെക്ട് എ ലിറ്റിൽ ബിറ്റ് ഓഫ് സെല്ലിംഗ് പ്രഷർ. കറന്റ് ലെവൽസിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിൽ തെറ്റൊന്നും കാണുന്നില്ല. സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് 49 രൂപ, മേജർ റെസിസ്റ്റൻസ് 66 രൂപ. 66ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ഈ സ്റ്റോക്കിന് എളുപ്പമായിരിക്കത്തില്ല. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ ഭാരത് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ച് 20% ഒരു ഇടിവിലാണ് ക്ലോസ് ചെയ്തത്. 257 രൂപയിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. So BLന്റെ കേസിൽ 218 രൂപ is a major support area. Trend in the case of BL again is very much bullish. But ഈ സ്റ്റോക്കിന്റെ ഒരു ട്രേഡിംഗ് റേഞ്ച് മെഞ്ഞാന്ന് നമുക്ക് നൽകിയിരിക്കുന്ന ഓൾ ടൈം ഹൈ ലെവൽ which is 323 and 220, ഒരു 100 രൂപയുടെ ട്രേഡിംഗ് റേഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരികയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ട്രേഡിംഗ് റേഞ്ചിന്റെ ഇടയ്ക്ക് നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അഗെയിൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് പൂർണ്ണമായിട്ട് ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. തൻല പ്ലാറ്റ്ഫോംസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്ന ഒരു പ്രേക്ഷകൻ. കഴിഞ്ഞ സെഷനിലാണെങ്കിൽ 5% നഷ്ടത്തിൽ 865 രൂപയിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. Tanla platforms unfortunately long and short term trend രണ്ടും bearish ആയിട്ടാണ് കാണുന്നത്. സോ അറ്റ് ദ മൊമെന്റ് സ്റ്റോക്കിലെ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 778 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. 985 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ജിയോഫിൻ ഇപ്പോൾ വാങ്ങാൻ പറ്റിയ അവസരമാണോ എന്നാണ്. ജിയോഫിനെ സംബന്ധിച്ചും കഴിഞ്ഞ സെഷനിൽ 5% നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയത്. അൺഫോർച്ചുനേറ്റ്ലി ജിയോഫിന്റെ കേസിൽ ഒരു പുതിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ജിയോഫിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ഹാസ് ടേൺഡ് ബെയറിഷ്. ഈ സ്റ്റോക്കിന്റെ ഒരു ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 300 രൂപ മുതൽ 380 രൂപയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്റ്റോക്ക് ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യട്ടെ, അതിനുശേഷം നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള അവസരങ്ങൾ നോക്കാം. മധു എന്ന പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന FMCG സെക്ടറിലുള്ള ബ്രിട്ടാനിയയുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. ബ്രിട്ടാനിയ അഗെയിൻ ഇന്നലെ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാഴ്ചവെച്ചിരുന്നു. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം.
5080 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് ഇന്നത്തെ ട്രേഡിങ്ങിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ഒരു പ്രേക്ഷകൻ NHPC ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 13% നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. 98 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. So NHPC long and short term trend both are bullish. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 88 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. 88 മുതൽ 115 രൂപയായിരിക്കും ഈ സ്റ്റോക്കിന്റെ ട്രേഡിംഗ് റേഞ്ച്. സോ ഞാൻ അഗെയിൻ വീണ്ടും പറയുന്നു, നമ്മൾ ഇത്തരം സ്റ്റോക്സിലൊക്കെ തന്നെ നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ബട്ട് 1-2 ദിവസം നമ്മൾ ഈ സ്റ്റോക്സും മാർക്കറ്റും ഒക്കെ സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടി നമ്മൾ സാവകാശം വെയിറ്റ് ചെയ്യണം. ഒരു പ്രേക്ഷകൻ ഹഡ്കോയുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 229 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. So Hudco again long and short term trend is bullish. എങ്കിലും ഇന്ന് ഈ വരുന്ന സെഷൻസിൽ നമുക്ക് വീണ്ടും ഒരു അല്പം സെല്ലിംഗ് പ്രഷറിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 195 രൂപയിൽ നമ്മൾ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒന്നിലധികം പ്രേക്ഷകർ സർ നേരത്തെ സൂചിപ്പിച്ച ഡിഫൻസ് സെക്ടറിൽ നിന്നും 1-2 സ്റ്റോക്കുകൾ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് സ്പെസിഫിക്കലി ചോദിച്ചിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡും പിന്നെ ഒന്ന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ മെഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ 2100 രൂപയിലായിരുന്നു നമുക്ക് ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത്. സോ സ്റ്റോക്ക് ഇസ് ഡെഫിനറ്റ്ലി ഓവർ ഹീറ്റഡ്. നമ്മുടെ കൈവച്ച ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ലോങ് പൊസിഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ വരുന്നുണ്ടെങ്കിൽ ഈ ലെവലിൽ നിന്നും 400 മുതൽ 500 രൂപയുടെ കറക്ഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കേസ് എടുക്കുമ്പോഴും സെയിം സ്റ്റോറി. മെഞ്ഞാന്നത്തെ ട്രേഡിംഗിലായിരുന്നു നമുക്ക് ഇതിന്റെ ഒരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ച 5444. ഇന്നലത്തെ ട്രേഡിംഗിൽ ഇത് 4000 രൂപ വരെ എത്തിയിരുന്നു. മേജർ സപ്പോർട്ട് ഏരിയ 3600 രൂപ. സോ 4000-ഉം 5200-ന്റെ ഇടയ്ക്ക് നമുക്കൊരു പൊസിഷൻ വൈൻഡപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വൈൻഡപ്പ് ചെയ്യുക. കോശി ചെറിയൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ LTI മൈൻട്രിയുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 4630 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ LTI മൈൻട്രി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നുണ്ട്. എങ്കിലും ഈ സ്റ്റോക്കിൽ IT സെക്ടറിലുള്ള എല്ലാ മേജർ സ്റ്റോക്സിലും കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് നമ്മൾ കനത്ത സെല്ലിംഗ് ആണ് കണ്ടുവരുന്നത്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ വരും സെഷൻസിൽ ആ ഒരു സെല്ലിംഗ് പ്രഷറിൽ ഒരു പ്രഷർ കുറഞ്ഞിട്ട് നമുക്ക് ഐ തിങ്ക് വിൽ ഫൈൻഡ് എ ബോട്ടം വെരി സൂൺ. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 4400 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ടു ഹോൾഡ് ഓൺ ടു ദ ലോങ് പൊസിഷൻ. 4955 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. ഒരു പ്രേക്ഷകൻ സൺടെക് റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 442 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. Suntech is a classic mid to small cap stock, and ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ്വേസ് ആയിട്ടാണ് കാണുന്നത്. കറന്റ് ലെവൽസ് ഓഫ് അറൌണ്ട് 450 റുപ്പീസ് നമ്മുടെ ലോങ് പൊസിഷൻ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി. ഒരു പ്രേക്ഷകൻ പെട്രോനെറ്റ് LNG ഇപ്പോൾ വാങ്ങാൻ സാധിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. കഴിഞ്ഞ സെഷനിൽ 11% ഇടിഞ്ഞിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ പബ്ലിക് സെക്ടർ കമ്പനീസ്, ഡിഫൻസ് സ്റ്റോക്സ്, റെയിൽവേ സ്റ്റോക്സ്, ഇത്തരം സ്റ്റോക്സ് ഒക്കെ തൽക്കാലം അടുത്ത 3-4 സെഷനിൽ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. സ്റ്റോക്സ് ഒക്കെ തന്നെ ഒന്ന് ബോട്ടം ഔട്ട് ചെയ്യട്ടെ. അതിനുശേഷം സ്റ്റോക്സ് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം മാത്രം പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. ഒരു പ്രേക്ഷക LICയിലുള്ള സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. LIC സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? So LIC long term trend is bullish, but short term trend ഒരു അല്പം again weakness കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഒരു ട്രേഡിംഗ് റേഞ്ച് 830 രൂപ മുതൽ 1090 രൂപ വരെ ആയിരിക്കും. Again പല സ്റ്റോക്സിലും പറഞ്ഞതുപോലെ തന്നെ ഈ സ്റ്റോക്കിലും നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം.
തന്നെ ഫ്രീ ആക്കുന്നതിന് മുൻപ് ധാരാളം പ്രേക്ഷകർ ബാങ്കിങ് സ്റ്റോക്കുകളെ കുറിച്ച് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി സാർ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്തരം ബാങ്കിങ് സ്റ്റോക്കുകളിലൊന്നും തന്നെ ഇപ്പോൾ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളത്. എങ്കിൽ പോലും ധാരാളം പ്രേക്ഷകർ വിവിധ ബാങ്കിങ് സ്റ്റോക്കുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ബാങ്കിങ് സ്റ്റോക്കുകളെ കുറിച്ച് സാറിന്റെ മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലുക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമോ? ബാങ്കിങ് സെക്ടറിലെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 തരത്തിലുള്ള ബാങ്ക്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യേണ്ടത്. പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, അതായത് HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, കോട്ടക് ബാങ്ക്, ഇൻഡസിൻഡ് ബാങ്ക് മുതലായ ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. സോ ഈ ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിൽ ഏറ്റവും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് നമ്മൾ കഴിഞ്ഞ ഒത്തിരി ആഴ്ചകൾക്കിടെ കാണാൻ സാധിച്ച HDFC ബാങ്കിന്റെ കേസിലായിരുന്നു. ആൻഡ് along with the rest of the banking stocks, ഇന്നലെ HDFC ബാങ്കിൽ നമുക്ക് കനത്ത സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചു. ബട്ട് HDFC ബാങ്കിന്റെ കേസിൽ നമ്മൾ പാനിക് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ 1420 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദാറ്റ് ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ 1560 രൂപയുടെ റെസിസ്റ്റൻസ് സ്റ്റോക്ക് വീണ്ടും ബ്രേക്ക് ചെയ്യണം. ICICI ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും മിഞ്ഞാന്നായിരുന്നു എന്റെ ഓൾ ടൈം ഹൈ. ICICI ബാങ്കിന്റെ കേസിൽ നമ്മൾ അല്പം വോളറ്റിലിറ്റിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കും. ഈ സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് 1010 രൂപയായിരിക്കും. സെക്കൻഡ് കാറ്റഗറി ഓഫ് സ്റ്റോക്സ് എന്ന് പറയുന്നത് സ്മോൾ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഫെഡറൽ ബാങ്ക്. സോ ഫെഡറൽ ബാങ്കിന്റെ കേസിലും ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സൈഡ് വേസ്, ബട്ട് ഒത്തിരി വോളറ്റിലിറ്റി കാഴ്ചവെക്കുന്നുണ്ട്. നമ്മൾ 138 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. മൂന്നാമത്തെ ഒരു കാറ്റഗറി ഇസ് ദ ലാർജ് പ്രൈവറ്റ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ലൈക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമുക്ക് മിഞ്ഞാന്നായിരുന്നു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ച. അതിനെ തുടർന്ന് അഗെയിൻ ഇന്നലെ വലിയൊരു സെൽ ഓഫ് കണ്ടിരുന്നു. 710 രൂപ ഇസ് ദ മേജർ സപ്പോർട്ട് ഏരിയ. ലെറ്റ് us വെയിറ്റ് ആൻഡ് സീ ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന്. ഈ കാറ്റഗറിയിലോട്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഈ ബാങ്കുകളെ ഒക്കെ കാറ്റഗറൈസ് ചെയ്യാം. സെയിം പാറ്റേൺ, സെയിം സ്ട്രാറ്റജി. And final category is the small public sector banks like Central Bank of India, Punjab and Sindh Bank, Bank of Maharashtra, etc. സോ ഈ സ്റ്റോക്സിലൊക്കെ നമുക്ക് ഒത്തിരി നേട്ടം കഴിഞ്ഞ 5-8 മാസങ്ങൾക്കിടെ കാണാൻ സാധിച്ചിരുന്നു. ഈ സ്റ്റോക്സിലായിരിക്കും ഏറ്റവും അധികം വോളറ്റിലിറ്റി നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ സെൻട്രൽ ബാങ്കിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 53 രൂപയിൽ അല്ലെങ്കിൽ 50 രൂപയിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. എങ്കിലും യു ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ ലോട്ട് ഓഫ് വോളറ്റിലിറ്റി. പൂർണ്ണമായിട്ടുള്ള ഒരു ബാങ്കിങ് സെക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ഈ സ്റ്റോക്സ് ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യട്ടെ, അതിനുശേഷം ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്.